ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ എല്ലാ കണ്ടിന്യൂസ് ടെൻസുകളുമാണ്. എല്ലാ കണ്ടിന്യൂസ് ടെൻസുകളും എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഏത് സിറ്റുവേഷനിലാണ് അത് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ ഇന്നത്തെ ലെസൺ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ലെസനാണ്. ശ്രദ്ധിക്കുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടെൻസസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. പിന്നെ ഈ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് തന്നെ രണ്ട് തരത്തിൽ നമ്മൾ പഠിക്കും. പിന്നെ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, അത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആൻഡ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പിന്നെ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇങ്ങനെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള 7 ഡിഫറെൻറ്റ് കണ്ടിന്യൂസ് ഫോംസ് ആണ് നമ്മളിന്ന് പഠിക്കുന്നത്. വളരെ യൂസ്ഫുൾ ആയിരിക്കും. കണ്ടിന്യൂസ് ടെൻസുകൾ എന്ന് പറഞ്ഞല്ലോ. എന്താണ് ഈ കണ്ടിന്യൂസ് ഫോം എന്ന് പറയുന്നത്? എന്താണ് കണ്ടിന്യൂസ് ആക്ഷൻ എന്ന് പറയുന്നത്? കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്ഷൻ, തുടർച്ചയായിട്ടുള്ള ആക്ഷൻ. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നു, ഇപ്പോൾ ഞാനിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അതൊരു കണ്ടിന്യൂസ് ഫോമാണ്. അതേസമയം ഞാൻ ഒരു കയ്യിൽ ഒരു പെൻ എടുത്തു, അത് താഴത്തേക്ക് ഇടുന്നു, ഐ ഡ്രോപ്ഡ് എ പെൻ എന്ന് പറയുമ്പോൾ അത് കണ്ടിന്യൂസ് ടെൻസ് അല്ല, അത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ല. അതേസമയം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ടെൻസാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏത് കണ്ടിന്യൂസ് ടെൻസ് ആവുമ്പോഴും അതിന് ഒരു സ്ട്രക്ചർ ഉണ്ടാവും. സ്ട്രക്ചർ ടു ബി പ്ലസ് വേർബിൻ്റെ ING ഫോം ആണ്. ടു ബി പ്ലസ് വേർബിൻ്റെ ING ഫോം. വേർബിൻ്റെ ING ഫോം എന്ന് പറയുന്നത് ഇപ്പോൾ റീഡ് വായിക്കുക എന്നാണെങ്കിൽ റീഡിങ്, റൈറ്റ് എഴുതുക എന്നാണെങ്കിൽ റൈറ്റിംഗ്, റൺ ഓടുക റണ്ണിങ്, സിങ് പാടുക സിംഗിങ്. ഇതാണ് ING ഫോം എന്ന് പറയുന്നത്. പിന്നെ അതിന് മുൻപ് ടു ബി വേർബ് ഉണ്ടാകും. അത് ഓരോ ടെൻസിനും ഡിഫറൻ്റ് ആയിരിക്കും. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിനും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിനും ഏത് കണ്ടിന്യൂസ് ടെൻസിനായാലും അത് ഡിഫറൻ്റ് ആയിരിക്കും. സബ്ജക്റ്റും ടെൻസും ഒക്കെ നോക്കിയിട്ടാണ് അത് തീരുമാനിക്കുന്നത്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളിപ്പോൾ പഠിക്കുന്നത് കണ്ടിന്യൂസ് ടെൻസുകളെ പറ്റിയാണ്. പക്ഷേ ഒരു കണ്ടിന്യൂസ് ഫോം എല്ലാ വേർബ്സിനും ഇല്ല. സ്റ്റേറ്റ് വേർബ്സ് അല്ലെങ്കിൽ സ്റ്റേറ്റീവ് വേർബ്സ് എന്ന ഒരു വിഭാഗം ഉണ്ട്. അത്തരം വേർബുകൾക്ക് നമ്മൾക്ക് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാൻ പറ്റില്ല, ING ഫോം ഉപയോഗിക്കാൻ പറ്റില്ല. അത് മനസ്സിലാക്കിയിരിക്കുക. കണ്ടീഷനെ പറ്റി പറയുന്ന അല്ലെങ്കിൽ സ്റ്റേറ്റിനെ പറ്റി പറയുന്നതാണ് സ്റ്റേറ്റീവ് വേർബ്സ്. വളരെ കോമൺ ആയിട്ടുള്ള സ്റ്റേറ്റീവ് വേർബ്സ് ആണ് നോ അറിയുക, അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കുക, ലൈക്ക് ഇഷ്ടപ്പെടുക, ഹേറ്റ്. ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റേറ്റീവ് വേർബ്സ് ആണ്. സ്റ്റേറ്റീവ് വേർബ്സിന് ING ഫോം ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഓർത്തിരിക്കുക. ഇപ്പോൾ ലൈക്ക് എന്നതൊരു സ്റ്റേറ്റീവ് വേർബ് അല്ലേ, അതിന് ലൈക്കിങ്. ഇപ്പോൾ ഞാൻ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നു, ഐ ലൈക്ക് ഫുട്ബോൾ എന്നാണ് പറയുന്നത്. ഐ ആം ലൈക്കിങ് ഫുട്ബോൾ എന്നൊന്നും പറയില്ല. അപ്പോൾ ലൈക്കിങ് അവിടെ ഉപയോഗിക്കാൻ പാടില്ല. ഐ നോ ജോൺ എന്ന് പറയുമ്പോൾ നോ, അതൊരു സ്റ്റേറ്റീവ് വേർബാണ്. ഐ ആം നോയിങ് ജോൺ എന്ന് പറയില്ല, ING ഫോം പാടില്ല. അതുപോലെ ഹാവ്, ഐ ആം ഹാവിങ് എ ഫീവർ എന്ന് പറയില്ല. എനിക്ക് ഒരു അസുഖം ഉണ്ടെങ്കിൽ ഐ ആം ഹാവിങ് എ ഫീവർ എന്നല്ല പറയുക, ഐ ഹാവ് എ ഫീവർ എന്നാണ് പറയുക. ഇപ്പോൾ ഫീവർ ആണ്, അത് ഇന്നലെ ആണ്, ഇന്നും ആണ്, അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ പോലും നമുക്ക് പറയേണ്ടത് ഐ ഹാവ് എ ഫീവർ എന്നാണ്. ഐ ആം ഹാവിങ് എ ഫീവർ എന്ന് പറയില്ല. പിന്നെ ഹാവ് എന്ന വേർബിന് സ്റ്റേറ്റീവ് വേർബ് ആവാനും ഡൈനാമിക് വേർബ് ആവാനും സാധിക്കും. അത് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വേറെ ലെസണിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്തായാലും ആ ഒരു ഡീറ്റെയിൽസിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമുക്ക് നമ്മുടെ കണ്ടിന്യൂസ് ടെൻസുകൾ, ഏതൊക്കെ കണ്ടിന്യൂസ് ടെൻസുകളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാം. ആദ്യം ഞാനത് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഓരോന്നായിട്ട് നോക്കാം. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഒരു സ്ട്രക്ചർ ആം, ഈസ്, ആർ ഉപയോഗിക്കാം. അതാണ് ടു ബി എന്നതിന് പകരം ഉപയോഗിക്കുന്നത്. ആം ഉപയോഗിക്കാം, ഈസ് ഉപയോഗിക്കാം, ആർ ഉപയോഗിക്കാം. പിന്നെ ഉപയോഗിക്കേണ്ടത് ING ഫോം ഓഫ് ദ വേർബ് തന്നെയാണ്. ഈ ആം, ഈസ്, ആർ ഉപയോഗിക്കുന്നത് സബ്ജക്റ്റ് അനുസരിച്ചിട്ടാണ്. സബ്ജക്റ്റ് ഐ ആണെങ്കിൽ ആം ഉപയോഗിക്കുക. സബ്ജക്റ്റ് യു ആണെങ്കിലും വി ആണെങ്കിലും ദേ ആണെങ്കിലും പിന്നെ വേറെ ഏതെങ്കിലും പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ആർ ഉപയോഗിക്കുക. ഇനി അതൊന്നും അല്ല, ഹി, ഷീ, ഇറ്റ് എന്നൊക്കെയാണെങ്കിൽ ഈസ് ഉപയോഗിക്കുക. ഏതെങ്കിലും ആളുകളുടെ നെയിം ആണെങ്കിലും നമുക്ക് ഈസ് ഉപയോഗിക്കാം. സിംഗുലർ സബ്ജക്റ്റുകൾ, തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റുകൾക്കൊക്കെ ഈസ് ഉപയോഗിക്കാം. അപ്പോൾ
നമ്മൾ എങ്ങനെയാണ് ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്? ഒരു സിറ്റുവേഷൻ നമ്മൾ റൈറ്റ് നൗ, ഇപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇപ്പോൾ ഒരു കാര്യം തുടർന്നുകൊണ്ടിരിക്കുന്നു, അതിന് നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. റൈറ്റ് നൗ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ നടക്കുന്ന കാര്യം റൈറ്റ് നൗ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കും. ഐ ആം ഡൂയിങ് എന്ന് പറയുമ്പോൾ ഐ ആം ഡൂയിങ്, ഐ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഐ കഴിഞ്ഞിട്ട് ആം എന്ന ടു ബി വേർബ് ഉപയോഗിച്ചു. പിന്നെ ഐ ആം ഡൂയിങ്, ഡു മീൻസ് ചെയ്യുക, ഡൂയിങ് ING ഫോം ഓഫ് ഡൂയിങ്. അപ്പോൾ ഐ ആം ഡൂയിങ് എന്നുപയോഗിച്ചു, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാകുന്നു എന്നാണത്. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. ഐ ആം റെക്കോർഡിംഗ് എ വീഡിയോ, യു ആർ വാച്ചിങ് എ വീഡിയോ. നോക്കൂ, യു ആർ, ഐ ആം. ഇനി പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാൻ പറ്റുന്ന വേറൊരു സിറ്റുവേഷനാണ് ടെമ്പററി ആയിട്ടുള്ള ആക്ഷൻസ്. നോക്കൂ, മൈ സിസ്റ്റർ ഈസ് ലിവിങ് ഇൻ പാരീസ് എന്ന്, ഈസ് ലിവിങ്, അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോമാണ്. എൻ്റെ സിസ്റ്റർ പാരീസിൽ ജീവിക്കുകയാണ്. മൈ സിസ്റ്റർ ഈസ് ലിവിങ് ഇൻ പാരീസ് എന്ന് പറയുമ്പോൾ അത് ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ പാരീസിൽ താമസിക്കുന്നു എങ്കിലും ചിലപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ നാട്ടിൽ ഹോം കൺട്രിയിലേക്ക് തിരിച്ചു വരും. അവിടെ സ്ഥിരമായ ഒരു കാര്യമല്ല, ഒരു ടെമ്പററി ആണത്. അപ്പോൾ നമുക്ക് മൈ സിസ്റ്റർ ഈസ് ലിവിങ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഐ ആം റെൻറ്റിങ് എ കാർ അൺടിൽ ഐ ബൈ എ ന്യൂ വൺ. ഒരു പുതിയ കാറ് വാങ്ങുന്നത് വരെ ഞാൻ കാറിന് റെൻറ്റിന് എടുത്ത് ഓടിക്കുകയാണ്. ഐ ആം റെൻറ്റിങ് എ കാർ, അപ്പോൾ റെൻറ്റിന് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ റെൻറ്റിന് എടുത്തുകൊണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കണമെന്നില്ല, അതൊരു ടെമ്പററി ആയ ഒരു കാര്യമാണ്. ഞാൻ പുതിയ കാറ് വാങ്ങുമ്പോൾ അത് നിർത്തും. അപ്പോൾ അതുകൊണ്ട് ടെമ്പററി ആയതുകൊണ്ട്, ടെമ്പററി ആക്ഷൻ ആയതുകൊണ്ട് ഐ ആം റെൻറ്റിങ് എ കാർ അൺടിൽ ഐ ബൈ എ ന്യൂ വൺ. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണിത്, ടെമ്പററി ആക്ഷൻ. പിന്നെ വേറൊരു സിറ്റുവേഷൻ, ആക്ഷൻസ് ദാറ്റ് ആർ ഡെവലപ്പിംഗ്, പ്രോസസ്സ്. ഇപ്പോൾ ഒരു കാര്യം, ഇപ്പോൾ അവൻ്റെ കുട്ടികളൊക്കെ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിസ് ഡോട്ടേഴ്സ് ആർ ലേണിംഗ് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഇപ്പോൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ചിലപ്പോൾ ഒരു മാസമായിട്ടോ 2 മാസമായിട്ടോ 1 വർഷമായിട്ടോ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നതാകും. അത് പക്ഷേ ഇനിയും പഠിച്ചുകൊണ്ടിരിക്കും. അതിനെയാണ് ആക്ഷൻസ് ദാറ്റ് ആർ ഡെവലപ്പിംഗ് എന്ന് പറയുന്നത്. അതൊരു പ്രോസസ്സാണ്, ഇനിയും പഠിക്കും. അപ്പോൾ ദേ ആർ ലേണിംഗ് ഇംഗ്ലീഷ്, അതിനർത്ഥം ഇപ്പോൾ റൈറ്റ് നൗ ഇപ്പോൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആണെന്നല്ല, കുറേ നാളായിട്ട് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അവിടെയും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. ഹി ഈസ് പ്ലാനിങ് ഹിസ് നെക്സ്റ്റ് ഹോളിഡേ. ഹി ഈസ് പ്ലാനിങ് ഹിസ് നെക്സ്റ്റ് ഹോളിഡേ. നോക്കൂ, ഹി ഈസ് പ്ലാനിങ് എന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസാണ്. അപ്പോൾ നെക്സ്റ്റ് ഹോളിഡേ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ സമയത്ത് റൈറ്റ് നൗ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നതിനർത്ഥമില്ല. അത് ഒക്കെ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ വീക്കിലും അടുത്ത വീക്കിലും ഒക്കെ നെക്സ്റ്റ് ഹോളിഡേക്ക് ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഹി ഈസ് പ്ലാനിങ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കും നമുക്ക് അത് ഒരു ആക്ഷൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥമുള്ളൂ. ആ റൈറ്റ് നൗ ചെയ്യണമെന്ന് അതിനർത്ഥമില്ല. അപ്പോൾ ഈ സിറ്റുവേഷനിലൊക്കെയാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. അടുത്ത് പഠിക്കാൻ പോകുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൻ്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വിൽ ബി കഴിഞ്ഞിട്ടാണ് വേർബിൻ്റെ ING ഫോം ഉപയോഗിക്കുന്നത്. വിൽ ബി ഡൂയിങ്, ഫ്യൂച്ചറിൽ ഒരു സ്പെസിഫിക് ടൈമിൽ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാവും എന്ന് നമ്മൾ പറയുകയാണ്. അവിടെയാണ് നമുക്ക് ഈ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാൻ പറ്റുന്നത്. വി വിൽ ബി ഈറ്റിംഗ് ഡിന്നർ when your mom arrives tonight. ഇന്ന് രാത്രി നിങ്ങളുടെ മദർ വരുമ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഫ്യൂച്ചറിൽ, അതായത് ഇന്ന് രാത്രി നടക്കാൻ പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാണ്. വി വിൽ ബി ഈറ്റിംഗ് അവർ ഡിന്നർ. നോക്കൂ, വിൽ ബി പ്ലസ് ING ഫോം ഓഫ് ദ വേർബ്, അതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ആ ഒരു സ്പെസിഫിക് ടൈം എന്ന് പറയുന്ന ആ സെൻറ്റൻസിൽ മദർ വീട്ടിൽ വരുന്ന സമയം, അതാണ് സ്പെസിഫിക് ടൈം. ആ സമയത്ത് നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഐ വോണ്ട് ബി വർക്കിംഗ് ഓൺ സാറ്റർഡേ ആഫ്റ്റർനൂൺ. ഐ വോണ്ട് ബി വർക്കിംഗ്. നോക്കൂ, വോണ്ട് ബി എന്നാൽ വിൽ ബി എന്നതിൻ്റെ നെഗറ്റീവ് ഫോമാണ്, വിൽ നോട്ട് ബി. ഐ വോണ്ട് ബി വർക്കിംഗ്
ഓൺ സാറ്റർഡേ ആഫ്റ്റർനൂൺ. സാറ്റർഡേ ആഫ്റ്റർനൂണിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കില്ല. ഇപ്പോൾ സാറ്റർഡേ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരാൾക്ക് സാറ്റർഡേ ആഫ്റ്റർനൂൺ ചിലപ്പോൾ അവിടെ ഫ്രീ ടൈം ആയിരിക്കാം. അപ്പോൾ അത് ആ ഒരു സമയത്ത് വർക്കൊന്നും ഉണ്ടാവില്ല. ആ സമയത്ത് ഇപ്പോൾ നീ വിളിച്ചോളൂ, ഞാൻ ആ സമയത്ത് ഐ വോണ്ട് ബി വർക്കിംഗ് ഓൺ സാറ്റർഡേ ആഫ്റ്റർനൂൺ. ആ സമയത്ത് ഞാൻ ഫ്രീ ആയിരിക്കും, എന്നെ വിളിച്ചോളൂ എന്ന് പറയില്ലേ, അതാണ് വോണ്ട് ബി വർക്കിംഗ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഇവിടെ ആ ഒരു സ്പെസിഫിക് മോമെൻറ്റ്, ഫ്യൂച്ചറിലെ ആ ഒരു സ്പെസിഫിക് മോമെൻ്റ് എന്ന് പറയുന്നത് സാറ്റർഡേ ആഫ്റ്റർനൂൺ ആണ്. ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്യുകയായിരിക്കില്ല എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് സ്വാഭാവികമായും തോന്നാവുന്നൊരു സംശയമുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്യൂച്ചർ സിമ്പിളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്യൂച്ചർ സിമ്പിൾ ആണെങ്കിലും ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണെങ്കിലും അത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം എന്നൊരു കൺഫ്യൂഷൻ ഇപ്പോൾ തോന്നും. ഫോർ എക്സാമ്പിൾ, ഐ വിൽ ഷോ യു എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എന്നാണ്, ഐ വിൽ ഷോ യു. അതേസമയം ഐ വിൽ ബി ഷോയിങ് യു, അത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആയി. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇപ്പോൾ ഒരു സെൻറ്റൻസ് ഞാൻ പറയാം. ഐ വിൽ ബി ഷോയിങ് യു ദ ന്യൂ സോഫ്റ്റ്വെയർ ഡ്യൂറിങ് ദ ട്രെയിനിങ് സെഷൻ ലേറ്റർ ടുഡേ. ഇന്ന് ട്രെയിനിങ് സെഷൻ്റെ സമയത്ത് ഐ വിൽ ബി ഷോയിങ് യു ദ ന്യൂ സോഫ്റ്റ്വെയർ എന്നാണ്. ന്യൂ സോഫ്റ്റ്വെയർ നിങ്ങളെ കാണിച്ചു തരാമെന്നാണ്. ഐ വിൽ ബി ഷോയിങ്, അവിടെ ഒരു കണ്ടിന്യൂസ് നേച്ചർ ഉണ്ടവിടെ. നമ്മൾ ആ ഒരു കണ്ടിന്യൂസ് നേച്ചറിനാണ് ഫോക്കസ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഐ വിൽ ബി ഷോയിങ് യു ദ ന്യൂ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു സെക്കൻഡ് കൊണ്ടല്ല, അതൊരു കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് സമയം ഉണ്ടാവും. ആ രീതിയിൽ ആ കണ്ടിന്യൂസ് നേച്ചറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ടാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. അതല്ലെങ്കിൽ ഐ വിൽ ഷോ യു ദ ന്യൂ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചു തരാം, അവിടെ ആ ഒരു സ്റ്റാർട്ടിങ്ങും ഒരു എൻഡിങ്ങും ഉണ്ട്, അങ്ങനെ ഒരു കാര്യം ചെയ്യും എന്നാണ് പറയുന്നത്. കണ്ടിന്യൂസ് നേച്ചർ ഉണ്ട്, അതിനാണ് നമ്മൾ ഫോക്കസ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ഫോം വിൽ ബി ഷോയിങ് എന്ന് ഉപയോഗിക്കണം. അതല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം, ഐ വിൽ ഷോ യു, അങ്ങനെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഫ്യൂച്ചർ സിമ്പിൾ ആൻഡ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് നോക്കുമ്പോൾ ഒരു കുഞ്ഞ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, പക്ഷേ അങ്ങനെ ഒരു ഡിഫറൻസ് അതിനുണ്ട്. ഇനി വേറെ ഒരു ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉണ്ട്. അതെന്താണെന്നല്ലേ? ഇപ്പോൾ നമ്മൾ ഫ്യൂച്ചർ ടെൻസ് പറയുമ്പോൾ വിൽ ഉപയോഗിച്ച് പറയാറുണ്ട്, ഗോയിങ് ടു ഉപയോഗിച്ചും പറയാറുണ്ട്. ഐ വിൽ ഡു, അതേപോലെ തന്നെ ഐ ആം ഗോയിങ് ടു ഡു എന്ന് പറഞ്ഞാൽ അതും ഫ്യൂച്ചർ ടെൻസ് തന്നെയാണ്. അപ്പോൾ ഗോയിങ് ടു ഉപയോഗിച്ചിട്ട് നമുക്ക് ഫ്യൂച്ചർ ടെൻസ് പറയാം. അപ്പോൾ ഇപ്പോൾ കണ്ടിന്യൂസ് ഫോംസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് തരത്തിലും കണ്ടിന്യൂസ് ടെൻസ് ഫോം ചെയ്യാം. ഫോർ എക്സാമ്പിൾ, വിൽ ബി നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു, വിൽ ബി ഡൂയിങ്. ഇനി ഗോയിങ് ടു ഉപയോഗിച്ചിട്ടാണെങ്കിൽ എങ്ങനെ പറയും? ഐ ആം ഗോയിങ് ടു ബി ഡൂയിങ്, ഐ ആം ഗോയിങ് ടു ബി ഡൂയിങ്. ഗോയിങ് ടു ബി കഴിഞ്ഞിട്ടാണ് ഐ എൻ ജി ഫോം ഉപയോഗിക്കുന്നത്. ഹി ഈസ് ഗോയിങ് ടു ബി ഡൂയിങ്, ദേ ആർ ഗോയിങ് ടു ബി ഡൂയിങ്, അങ്ങനെ. അപ്പോൾ അത്തരത്തിലും നമുക്ക് കണ്ടിന്യൂസ് ടെൻസ് ഫോം ചെയ്യാം. ഐ വിൽ ബി ഷോയിങ് യു ദ ന്യൂ സോഫ്റ്റ്വെയർ. ഐ വിൽ ബി ഷോയിങ്, ഗോയിങ് ടു ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഐ ആം ഗോയിങ് ടു ബി ഷോയിങ് യു ദ ന്യൂ സോഫ്റ്റ്വെയർ. അത്രേ ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ ഗോയിങ് ടു ഉപയോഗിച്ചിട്ടും കണ്ടിന്യൂസ് ടെൻസ് ഫോം ചെയ്യാം. ഗോയിങ് ടു ബി എപ്പോഴും ഉപയോഗിക്കുന്നത് ഒരു പ്ലാൻഡ് ആക്ഷന് വേണ്ടിയിട്ടാണ്. നമ്മൾ പ്ലാൻ ചെയ്ത ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ഗോയിങ് ടു ആണ് കൂടുതലും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരാൾ എന്നോട് ചോദിക്കുകയാണ്, ഷുഡ് വി മീറ്റ് അറ്റ് 7 o'clock നമുക്ക് മീറ്റ് ചെയ്യണോ എന്ന്. എനിക്ക് ഒരു ഡിന്നർ ആ സമയത്തുണ്ട് എന്ന് പറയണം. എനിക്ക് അതെങ്ങനെ പറയും? ഓ നോ, ഐ ആം ഗോയിങ് ടു ബി ഹാവിങ് ഡിന്നർ അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് എനിക്ക് ഡിന്നർ ആയിരിക്കും, ആ സമയത്ത് ഞാൻ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഐ ആം ഗോയിങ് ടു ബി ഹാവിങ് ഡിന്നർ. ഹാവിങ് എന്നത് അവിടെ ഈറ്റിംഗ് എന്നതാണ് മീനിങ്. ടു ബി കഴിഞ്ഞിട്ട് ഐ എൻ ജി ഫോം ഓഫ് ദ വേർബ്, ഗോയിങ് ടു ബി പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് ദ വേർബ്. ഇനി നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പറയണ്ടേ? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ ഉപയോഗിക്കേണ്ടത് ഇപ്പോൾ ഐ വാസ് ഡൂയിങ്, ദേ വേർ ഡൂയിങ് എന്നൊക്കെയാണ്. ഐ, ഹി, ഷീ ഒക്കെ ആണെങ്കിൽ നമുക്ക് വാസ് എന്ന ടു ബി അവിടെ ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് ഐ എൻ ജി ഫോം ഓഫ് ദ വേർബ്.
ഐ വാസ് ഡൂയിങ്, ദേ വേർ ഡൂയിങ്, ഹി വാസ് ഡൂയിങ്. അങ്ങനെ. ഇനി ഇത് ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഉപയോഗിക്കുന്നത്? ഇത് 3 ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ കഥകളൊക്കെ പറയില്ലേ, കഥകളൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ആ ഒരു കഥ തുടങ്ങുന്നതിനുള്ള ഒരു സീൻ, സെറ്റിംഗ് ദ സീൻ, അത് ഇപ്പോൾ ഞാൻ ഉണർന്നു, ഐ വോക്കപ്പ്, സൂര്യൻ ഉദിച്ചുയരുകയായിരുന്നു എന്നൊക്കെ പറയില്ലേ. ദ സൺ വാസ് റൈസിങ്, ബേർഡ്സ് വേർ സിംഗിങ്, പക്ഷികൾ ചിലയ്ക്കുന്നുണ്ടായിരുന്നു. ദ ചിൽഡ്രൻ വേർ പ്ലേയിങ് ഇൻ ദ ഗാർഡൻ, കുട്ടികൾ ഗാർഡനിൽ കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു കഥ പറയാൻ തുടങ്ങുമ്പോൾ ആ സീൻ ഒന്ന് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാം ഈ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഐ വോക്കപ്പ്, ദ സൺ വാസ് ഷൈനിങ്, ദ ബേർഡ്സ് വേർ സിംഗിങ്, ദ കിഡ്സ് വേർ പ്ലേയിങ് ഇൻ ദ ഗാർഡൻ. ഇങ്ങനെയൊക്കെ പറയാം. അപ്പോൾ അവിടെയൊക്കെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി 2 ആക്ഷൻസ് പാസ്റ്റിൽ നടക്കുന്നു. ഒരു കാര്യം നടക്കുമ്പോൾ വേറൊരു കാര്യം നടക്കുന്നുണ്ടായിരുന്നു. രണ്ടും ഒരുമിച്ച് പാസ്റ്റിൽ തന്നെയാണ്. അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അവിടെയും നമുക്ക് ഉപയോഗിക്കാം. ഐ വാസ് ക്ലീനിങ് വൈൽ ദ ചിൽഡ്രൻ വേർ പ്ലേയിങ് ഇൻ ദ ഗാർഡൻ. ഐ വാസ് ക്ലീനിങ്, 2 കാര്യങ്ങളുണ്ട്. ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് കുട്ടികൾ എന്താ ചെയ്തത്? കുട്ടികൾ പ്ലേയിങ് ഇൻ ദ ഗാർഡൻ, കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ പ്ലേയിങ് ഇൻ ദ ഗാർഡൻ എന്ന ഒരു കാര്യവും ക്ലീനിങ് എന്ന 2 കാര്യങ്ങൾ ഒരുമിച്ച് നടക്കുന്നു. രണ്ടും പാസ്റ്റ് ടെൻസിൽ തന്നെയാണ്. അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അവിടെയും ഉപയോഗിക്കാം. വാസ് ക്ലീനിങ്, വേർ പ്ലേയിങ്. ഇനി വേറൊരു സിറ്റുവേഷൻ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാൻ പറ്റുന്നത് 3 സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞില്ലേ. ഇനി വേറൊരു സിറ്റുവേഷൻ, ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് വേറൊരു കാര്യം, ഒരു ഇൻ്ററപ്ഷൻ വരുന്നു. അപ്പോൾ വേറൊരു കാര്യം നടക്കുകയായിരുന്നു എന്ന് പറയുന്നതിന്. ഇപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ ബെല്ലടിച്ചത് എന്ന് പറയില്ലേ. പാസ്റ്റിലെ കാര്യം ഇപ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മൾ വേറൊരാളോട് പറയുകയാണ്, ഞാൻ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ബെല്ലടിച്ചത്. ഇവിടെ ബെല്ലടിച്ചു എന്നത് ഒരു ആക്ഷനാണ്, അത് പാസ്റ്റിൽ നടന്ന ഒരു കാര്യമാണ്. പക്ഷേ ആ സമയത്ത് ഞാൻ വേറൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ വെൻ ദ ആക്ഷൻ വാസ് ഇൻ്ററപ്റ്റഡ് ബൈ സംതിങ് എൽസ്. ഐ വാസ് ക്ലീനിങ് ദ ഹൗസ് വെൻ യു കോൾഡ് മീ. നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് ക്ലീനിങ്. നോക്കൂ, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ലേ അവിടെ ഉപയോഗിച്ചത്. ദ ചിൽഡ്രൻ വേർ ഈറ്റിംഗ് ഡിന്നർ വെൻ ദെയർ ഫാദർ കെയിം ഹോം. കുട്ടികളുടെ ഫാദർ വീട്ടിൽ വന്നപ്പോൾ കുട്ടികൾ ദേ വേർ ഈറ്റിംഗ് ഡിന്നർ, അവർ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇൻ്ററപ്ഷൻ എന്ന് പറയുന്നത് ഫാദർ വീട്ടിൽ വന്നു എന്നതാണ്. അപ്പോൾ ഒരു ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് എന്താണ്? ദ ചിൽഡ്രൻ വേർ ഈറ്റിംഗ് ഡിന്നർ. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പാസ്റ്റ് സിമ്പിൾ ടെൻസ് അല്ല. അത് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഹി വാക്ക്ഡ് ടു ദ ഫാർമസി. ഹി വാക്ക്ഡ് ടു ദ ഫാർമസി എന്ന് പറയുമ്പോൾ അയാൾ ഫാർമസിയിലേക്ക് നടന്നു. അതൊരു കംപ്ലീറ്റഡ് ആക്ഷനാണ്, പാസ്റ്റ് സിമ്പിൾ വാക്ക്ഡ്. അതേസമയം ഹി വാസ് വാക്കിംഗ് ടു ദ ഫാർമസി എന്ന് പറഞ്ഞാലോ, ഹി വാസ് വാക്കിംഗ് ടു ദ ഫാർമസി വെൻ ഹി സോ ഹിസ് ഫ്രണ്ട്. അയാൾ ഫാർമസിയിലേക്ക് നടക്കുകയായിരുന്നു, ആ സമയത്താണ് ഫ്രണ്ടിനെ കണ്ടത് എന്നാണ്. അപ്പോൾ അവിടെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വാസ് വാക്കിംഗ്. അടുത്ത് നോക്കാൻ പോകുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഐ ഹാവ് ബീൻ ഡൂയിങ്, ഹി ഹാസ് ബീൻ ഡൂയിങ്, ദേ ഹാവ് ബീൻ ഡൂയിങ്, വി ഹാവ് ബീൻ ഡൂയിങ് എന്നൊക്കെ പറയുന്നത്. സബ്ജക്റ്റ് കഴിഞ്ഞ് ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാസ് ബീൻ ഉപയോഗിക്കാം. പിന്നെ ING ഫോം ഓഫ് ദ വേർബ് തന്നെയാണ്. പിന്നെ ഈ ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാസ് ബീൻ ഉപയോഗിക്കുന്നത് സബ്ജക്റ്റ് അനുസരിച്ചിട്ടാണ്. ഐ, യു, വി, ദേ പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ഹാവ് ബീൻ ഉപയോഗിക്കുക. അതല്ല ഹി, ഷീ, ഇറ്റ്, പിന്നെ സിംഗുലർ തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ഹാസ് ബീൻ ഉപയോഗിക്കുക. അതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഏത് സിറ്റുവേഷനിലാണ് ഇത് ഉപയോഗിക്കുന്നത്? ഇപ്പോൾ പാസ്റ്റിൽ ഒരു കാര്യം നടക്കുന്നു, പാസ്റ്റിൽ ഒരു കാര്യം തുടങ്ങി, ആ തുടങ്ങിയ കാര്യം ഇപ്പോഴും തുടരുന്നു, ഈ മൊമെൻറ്റ് വരെ അത് തുടരുന്നു. ഒരു കണ്ടിന്യൂസ് ആക്ഷൻ ദാറ്റ് സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് ഈസ് സ്റ്റിൽ ട്രൂ നൗ. ഇപ്പോഴും അത് ട്രൂ ആണ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അത് നടക്കുന്നു, തുടർന്നുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും അത് നടക്കുന്നു. അതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അതാണ് ഒരു സിറ്റുവേഷൻ. അതിന് ഒരു എക്സാമ്പിൾ, ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ സ്പെയിൻ സിൻസ് 2005.
നോക്കൂ, 2005 മുതൽ ഞാൻ സ്പെയിനിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും. അപ്പോൾ 2005 സ്റ്റാർട്ട് ചെയ്തു, താമസിക്കൽ സ്റ്റാർട്ട് ചെയ്തു. അവിടെ സ്പെയിനിൽ താമസിക്കുക എന്ന ഒരു പ്രവൃത്തി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അതാണ് ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ സ്പെയിൻ സിൻസ് 2005. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പാസ്റ്റിൽ തുടങ്ങി ഇപ്പോഴും തുടരുന്നു. വി ഹാവ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ് ഫോർ 3 years. ഞങ്ങൾ 3 years ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കൽ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വി ഹാവ് ബീൻ ലേണിംഗ്. നോക്കൂ, ഹാവ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ലേൺ. അതും പാസ്റ്റിൽ തുടങ്ങി ഇപ്പോഴും തുടരുന്നു എന്ന അർത്ഥത്തിൽ. ഇനി വേറൊരു സിറ്റുവേഷനുണ്ട് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നതിന്. പാസ്റ്റിൽ തുടങ്ങിയ ഒരു കാര്യം റീസെൻ്റായിട്ട് സ്റ്റോപ്പായി, പക്ഷേ ഇപ്പോഴും അതിൻ്റെ എഫക്റ്റ് ഉണ്ട്. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. ദ ആക്ഷൻസ് ദാറ്റ് ഹാവ് റീസെൻ്റ്ലി സ്റ്റോപ്ഡ് ബട്ട് ഹാവ് ആൻ എഫക്റ്റ് ഓൺ ദ പ്രസൻറ്റ്. പ്രസൻറ്റ് മൊമെൻറ്റിൽ ഇപ്പോഴും അതിൻ്റെ എഫക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഒരാളിങ്ങനെ കുറേ സമയമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്നൊരു ഫ്രണ്ടിനെ കണ്ടു, അവിടെ നിന്നു സംസാരിക്കുകയാണ്. ഓ, ഐ ആം വെരി എക്സോസ്റ്റഡ്. ഐ ഹാവ് ബീൻ റണ്ണിങ് ഫോർ 1 hour. ഞാൻ 1 മണിക്കൂറായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ വല്ലാതെ എക്സോസ്റ്റഡാണ്, ഞാൻ വല്ലാതെ ടയേർഡായി. ഐ ആം എക്സോസ്റ്റഡ് നൗ. ഇവിടെ നോക്കൂ, ആ സമയത്ത് ആ ഫ്രണ്ടിനോട് സംസാരിക്കുന്ന സമയത്ത് അയാൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയല്ല, അയാൾ ഓടിക്കൊണ്ടിരിക്കുകയല്ല. പാസ്റ്റിൽ തുടങ്ങിയ ഒരു കാര്യം 1 മണിക്കൂറായി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷേ ഇയാളോട് സംസാരിക്കുന്നതിന് മുൻപ്, കുറച്ച് മുൻപ്, റീസെൻ്റ്ലി അത് സ്റ്റോപ്പായി, അത് സ്റ്റോപ്പ് ചെയ്തു. അപ്പോഴാണ് ഫ്രണ്ടിനെ കാണുന്നത്. അപ്പോൾ ഫ്രണ്ടിനോട് പറയണം, ഐ ആം എക്സോസ്റ്റഡ്, ഐ ഹാവ് ബീൻ റണ്ണിങ് ഫോർ 1 hour. നോക്കൂ, ഇത് അപ്പോഴും അത് തുടരുന്നില്ലെങ്കിലും കുറേ സമയമായി തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷേ റീസെൻ്റ്ലി അത് കഴിഞ്ഞു, പക്ഷേ ഇപ്പോഴും അതിൻ്റെ എഫക്റ്റ് ഉണ്ട്. സ്റ്റിൽ ഇപ്പോഴും ഐ ആം എക്സോസ്റ്റഡ്. അതാണ്. അവിടെയും നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഹാഡ് ബീൻ എന്നാണ് ഉപയോഗിക്കുന്നത്. പിന്നെ വെർബിൻ്റെ ING ഫോം. ഈ ഹാഡ് ബീൻ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഉപയോഗിക്കാം. ഇത് ഉപയോഗിക്കുന്നത് 2 ആക്ഷൻസ് പാസ്റ്റിൽ നടന്നു. ഒരു ആക്ഷൻ നടക്കുന്നതിന് മുൻപ് വേറൊരു ആക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെയാണ് നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. 2 ആക്ഷൻസ് പാസ്റ്റിൽ നടക്കുന്നു. അതിൽ ഒരു ആക്ഷൻ നടക്കുന്നതിന് മുൻപ് വേറൊരു ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ നടന്നുകൊണ്ടിരുന്ന ആക്ഷനില്ലേ, അത് ആദ്യം നടന്നുകൊണ്ടിരുന്ന ആക്ഷൻ, ആ ആക്ഷനാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഐ ഹാഡ് ബീൻ ലുക്കിംഗ് ഫോർ മൈ വാലറ്റ് ഫോർ hours ബിഫോർ ജെയിൻ ഫൗണ്ട് ഇറ്റ്. നോക്കൂ, വാലറ്റ് മിസ്സായി, അതിങ്ങനെ കുറേ സമയം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ജെയിൻ അത് കണ്ടുപിടിച്ചു. ജെയിൻ കണ്ടുപിടിച്ചതിന് ശേഷം പിന്നെ അത് തിരയേണ്ട കാര്യമില്ല, അത് കണ്ടുപിടിച്ചു. പക്ഷേ ഇപ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഞാനത് ഒരാളോട് പറയുകയാണ്, എൻ്റെ വാലറ്റ് പോയി ഇന്നലെ, എന്നിട്ട് ഞാൻ കുറേ സമയം ഇത് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കുറേ സമയം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ആ ഒരു ജെയിൻ അത് കണ്ടുപിടിച്ചതിന് ശേഷം പിന്നെ അന്വേഷിക്കേണ്ടി വന്നില്ല. പക്ഷേ ആദ്യം നടന്ന ആ കാര്യം, ഐ ഹാഡ് ബീൻ ലുക്കിംഗ് ഫോർ മൈ വാലറ്റ്, ഹാഡ് ബീൻ ലുക്കിംഗ്. നോക്കൂ, അവിടെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഐ ഹാഡ് ബീൻ ലുക്കിംഗ് ഫോർ മൈ വാലറ്റ് ബിഫോർ ജെയിൻ ഫൗണ്ട് ഇറ്റ്. മൈ ഡോട്ടർ ഹാഡ് ബീൻ ഫീലിംഗ് ഇൽ ഓൾ മോർണിംഗ്, സോ വി ടുക്ക് ഹർ ടു ദ ഹോസ്പിറ്റൽ. നോക്കൂ, ഇതും പാസ്റ്റിൽ നടന്ന 2 കാര്യങ്ങളാണ്. മൈ ഡോട്ടർ ഹാഡ് ബീൻ ഫീലിംഗ് ഇൽ ഓൾ മോർണിംഗ്. കംപ്ലീറ്റ് ആയിട്ട് മോർണിംഗ് മുഴുവൻ അവൾക്ക് ഇങ്ങനെ സുഖമില്ലാതിരിക്കുകയായിരുന്നു. ഹാഡ് ബീൻ ആണ് അവിടെ ഉപയോഗിക്കുന്നത്. കാരണം അത് കഴിഞ്ഞ് വേറൊരു ആക്ഷൻ നടക്കുന്നുണ്ട്. വി ടുക്ക് ഹർ ടു ദ ഹോസ്പിറ്റൽ. അപ്പോൾ ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് നടന്ന കാര്യത്തിലാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അത് ഞാൻ ഒരാളോട് പറയുകയാണ്, ഇന്നലെ രാവിലെ മുതൽ സുഖമില്ലാതിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്നത് പറയുന്നത്. അപ്പോൾ ആദ്യം ഹാഡ് ബീൻ ഉപയോഗിക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണത്, ആദ്യം നടന്ന ആ ഒരു കാര്യത്തിന്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. എന്താണ് ഈ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്? ഐ വിൽ ഹാവ് ബീൻ ഡൂയിങ്. വിൽ ഹാവ് ബീൻ ഡൂയിങ്.
യു വിൽ ഹാവ് ബീൻ ഡൂയിങ്. ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നമുക്ക് വിൽ ഹാവ് ബീൻ എന്ന് തന്നെ ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് ING ഫോം ഓഫ് വേർബ്. ഇതും ഫ്യൂച്ചറിലെ ഒരു കാര്യം തന്നെയാണ് നമ്മൾ പറയുന്നത്. ഫ്യൂച്ചറിൽ ഇന്ന ഒരു സ്പെസിഫിക് മൊമെൻറ്റ്, ഒരു സ്പെസിഫിക് ടൈം ആകുമ്പോൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുകയാണ്, ടൈം ആകുമ്പോഴേക്കും ഞാൻ ഇത്ര സമയം ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നിരിക്കും എന്ന്. കുറേ സമയം, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. 2028 ആകുമ്പോഴേക്കും ഞാൻ സ്പെയിനിൽ ഒരു 15 ഇയേഴ്സ് താമസിച്ചിട്ടുണ്ടാവും. ഇപ്പോഴും താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 28 ആകുമ്പോഴേക്കും 2028 ആകുമ്പോഴേക്കും ഞാൻ 15 ഇയേഴ്സ് അതുവരെ ആകുമ്പോഴേക്കും. അപ്പോൾ നമ്മളത് പ്രെഡിക്റ്റ് ചെയ്യാണ്. ഫ്യൂച്ചറിലെ ഒരു സ്പെസിഫിക് മൊമെൻറ്റിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊരു കാര്യം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സ്പെസിഫിക് മൊമെൻ്റ് ആകുമ്പോൾ നമുക്ക് ഇന്ന കാര്യം ഉണ്ട്, ഇത്ര കൊല്ലം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നർത്ഥത്തിലാണ് അത് പറയുന്നത്. ഇത്ര കൊല്ലം ആയിട്ടുണ്ടാകും എന്നർത്ഥത്തിൽ. ഇൻ ദ ഇയർ 2028, ഇയർ 2028 എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിലെ ഒരു സ്പെസിഫിക് ടൈമാണ്. ഇൻ ദ ഇയർ 2028 I will have been living in Spain for 15 years. മനസ്സിലായില്ലേ? ആ സമയത്താണ് 15 ഇയേഴ്സ് ആവുന്നത്. ഇനി ഇന്ന് രാത്രി ഗസ്റ്റ് വരുമ്പോൾ അത് ഇന്ന് രാത്രിയാണ്, അപ്പോൾ രാത്രിയൊന്നും ആയിട്ടില്ല, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാണ്. ഇന്ന് രാത്രി ഗസ്റ്റ് വരുമ്പോൾ എൻ്റെ കേക്ക് ഒരു 3 hours ഞാൻ കേക്കും ബിസ്ക്കറ്റും ഒക്കെ ഞാൻ ബേക്ക് ചെയ്യുന്നു. ആ ബിസ്ക്കറ്റിൻ്റെ ആ ബേക്കിംഗ് ഒക്കെ ഒരു 3 hours ആയിട്ടുണ്ടാവും എന്നാണ്. കുറേ സമയമായിട്ടിങ്ങനെ, ഇപ്പോൾ 8 o'clock ഗസ്റ്റ് വരുന്നതെങ്കിൽ ഓക്കെ ഞാനൊരു 5 o'clock തുടങ്ങിയ, അപ്പോൾ 8 o'clock ആകുമ്പോഴേക്കും 3 hours ആവില്ലേ, അതാണ്. I will have been baking for 3 hours when the guests arrive tonight. അപ്പോൾ ആ ഒരു ഫ്യൂച്ചറിലെ ഒരു സ്പെസിഫിക് ടൈം എന്ന് പറയുന്നത് ഗസ്റ്റ് അറൈവ് ചെയ്യുക എന്ന സമയമാണ്. ആ സമയത്ത് നമ്മൾ വേറൊരു കാര്യം ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരിക്കും. അത് കഴിഞ്ഞിട്ടില്ല, ഫ്യൂച്ചറിലെ കാര്യമാണ്. അതുകൊണ്ടാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. വിൽ ഹാവ് ബീൻ ബേക്കിംഗ്. അവിടെ ഒരു കണ്ടിന്യൂസ് ആക്ഷനാണ് നമ്മളെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് വിൽ ഹാവ് ബീൻ എന്നൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും തോന്നാവുന്ന ഒരു സംശയമുണ്ട്. നമ്മൾ അത് ആ സമയത്ത് ഒരു 3 hours ഞാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് പറയില്ലേ, അത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൽ ഇപ്പോൾ ഐ വിൽ ഹാവ് ബേക്ക്ഡ് ഫോർ 3 hours എന്ന് പറയുന്നതും ഐ വിൽ ഹാവ് ബീൻ ബേക്കിംഗ് ഫോർ 3 hours എന്ന് പറയുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം? ഐ വിൽ ഹാവ് ബേക്ക്ഡ് എന്ന് പറയുമ്പോൾ ബേക്ക്ഡ് അത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ബേക്കാണ്. ഐ വിൽ ഹാവ് ബേക്ക്ഡ്. അപ്പോൾ ആ 3 hours കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നാണ്. അത് ഒരു കംപ്ലീഷൻ ഓഫ് ആക്ഷനാണ് അവിടെ ഇമ്പോർട്ടൻസ്. ഐ വിൽ ഹാവ് ബേക്ക്ഡ് ഫോർ 3 hours. 3 hours കഴിയുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ദ കുക്കീസ് ദാറ്റ് യു ഹാവ് ബേക്ക്ഡ് ആർ റെഡി ടു ഈറ്റ് എന്നാണ്. ആ കംപ്ലീഷൻ ഓഫ് ആക്ഷനാണ് അവിടെ ഇമ്പോർട്ടൻസ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് വിൽ ഹാവ് ബേക്ക്ഡ്. അതേസമയം ഐ വിൽ ഹാവ് ബീൻ ബേക്കിംഗ് ഫോർ 3 hours എന്ന് പറയുമ്പോൾ നമ്മൾ ആ കണ്ടിന്യൂവസ് നേച്ചർ, ആ ഒരു നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയുടെ കണ്ടിന്യൂവസ് ആക്ഷനാണത്, ഒരു കണ്ടിന്യൂവസ് നേച്ചർ അതിനുണ്ട് എന്ന് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴാണ് വിൽ ഹാവ് ബീൻ ബേക്കിംഗ് എന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് കണ്ടിന്യൂവസ് ടെൻസുകൾ പഠിച്ചു. എല്ലാ കണ്ടിന്യൂവസ് ടെൻസുകളും വളരെ ഒരു പ്രാവശ്യം അത് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി നോക്കുക. അതൊക്കെ മനസ്സിൽ വളരെ കറക്റ്റായിട്ടത് മനസ്സിലാക്കി വയ്ക്കുക. അതിനനുസരിച്ച് സെൻറ്റൻസുകൾ ഉപയോഗിക്കാനും ഒക്കെ ശീലിക്കുക. തീർച്ചയായും നിങ്ങളുടെ ആ ഒരു ഇംഗ്ലീഷിൻ്റെ ആ ഒരു ലെവൽ തന്നെ ഉയരാൻ ഇത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. എനിക്കറിയാം അഡ്വാൻസ്ഡ് ലെവലിലുള്ള ലേണേഴ്സിന് മാത്രമേ ഇത്തരം ലെസൺസ് ഇഷ്ടപ്പെടുകയുള്ളൂ. എങ്കിലും ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇത് മനസ്സിലാക്കുക.